മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീപർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അനന്തരം ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ അനുവാദപ്രകാരം പാണ്ഡവരും ഭഗവാനും ഗാന്ധാരി ദേവിയെ ചെന്ന് വണങ്ങി. ഗാന്ധാരിക്കും ആ സമയത്ത് ധൃതരാഷ്ട്രനെ പോലെ തന്നെ അസഖ്യമായ കോപം ജ്വലിച്ചു. പാണ്ഡവരെ ശപിക്കാൻ പോലും അവർ മുതിരാതിരുന്നില്ല. എന്നാൽ ഭാഗ്യം കൊണ്ടത് സംഭവിച്ചില്ല. അപ്പോഴേക്ക് എല്ലാം അറിയുന്ന വ്യാസാചാര്യൻ അവിടെ എത്തി. പുത്രശോകം കൊണ്ടാർത്തയായ ഗാന്ധാരിയുടെ മനസ്സിൽ പാണ്ഡവരെക്കുറിച്ച് ദുഷ്ടത വളർന്നിരിക്കുന്നുവെന്നും ശപിക്കാൻ പോലും മടിക്കില്ലെന്നും വ്യാസാചാര്യൻ നേരത്തെ തന്നെ ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ടറിഞ്ഞിരിക്കുന്നു. എങ്ങനെയും ശാപം ഒഴിവാക്കണമെന്ന് കരുതിയാണ് അദ്ദേഹം പെട്ടെന്നവിടെ വന്നു ചേർന്നത്. വന്ന ഉടനെ തന്നെ ഗാന്ധാരിയോട് പറഞ്ഞു, ദേവി, ശാപചിന്തയെ കളയൂ. പാണ്ഡവർ അപരാധികളല്ല. 18 ദിവസം മുമ്പ് യുദ്ധം തുടങ്ങാൻ പോകുമ്പോൾ ദുര്യോധനൻ ദേവിയോട് വിജയം ആശംസിക്കാൻ അപേക്ഷിച്ചില്ലേ? ധർമ്മം എവിടെയുണ്ടോ അവിടെ വിജയിക്കുമെന്നല്ലേ അന്ന് പറഞ്ഞത്? അത് തന്നെയാണ് സംഭവിച്ചത്. പ്രണിധാനം കൊണ്ട് പവിത്ര ചരിതയായ ദേവിയുടെ വാക്ക് അസത്യമാവാൻ വയ്യ. പാണ്ഡവരല്ല, ധർമ്മമാണ് ജയിച്ചത്. അതുപോലെ കൗരവരല്ല, അധർമ്മമാണ് നശിച്ചത്. പാണ്ഡവരെ അനുമോദിക്കുകയും മാതൃഭാവത്തോടെ ലാളിക്കുകയുമാണ് വേണ്ടത്. അവരിൽ കൂടി മാത്രമേ നിങ്ങൾക്കിനി ശ്രേയസ്സുണ്ടാകാൻ പോകുന്നുള്ളൂ. അതുണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞ് ഗാന്ധാരിയെ അനുഗ്രഹിച്ച് വ്യാസൻ മറഞ്ഞു. ധർമ്മത്തിന്റെ വക്താവും സ്വയം ഈശ്വരസ്വരൂപിയുമായ വ്യാസന്റെ മുഖത്തു നിന്ന് ഇത്രയും കേട്ടപ്പോഴേക്ക് തന്നെ ഗാന്ധാരി ദേവിയുടെ മനസ്സിലെ കൽമഷങ്ങളെല്ലാം നീങ്ങി. കുന്തിദേവി എന്ന പോലെ പാണ്ഡവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. ആദ്യത്തിൽ ഗാന്ധാരി ദേവിയുടെ പ്രക്ഷുബ്ധമായ ഭാവം കണ്ടപ്പോൾ ഭീമസേനൻ വാസ്തവത്തിൽ ഭയപ്പെടുക തന്നെ ചെയ്തു. മറ്റുള്ളവർക്ക് മഹാമാരക അസ്ത്രങ്ങളെ കൊണ്ടുപോലും സാധിക്കാത്ത കാര്യം ദേവിക്കൊരു വാക്കുകൊണ്ട് മാത്രം നടത്താൻ കഴിയുമെന്ന് ഭീമനറിയാം. ആ വാക്കാകുന്ന മഹാസ്ത്രം പ്രത്യസ്ത്രമില്ലാത്തതുമാണ്. അതിനാൽ അത്യന്ത ബലശാലിയായ ഭീമൻ പോലും ആ മഹാതപസ്വിനിയെ കണ്ടപ്പോൾ ഭയപ്പെട്ടതിൽ അത്ഭുതമില്ല. ഗാന്ധാരി ശാന്തയായി അനുഗ്രഹിച്ച ശേഷം പ്രഭാവശാലിയായ ഭീമൻ മേലിലൊരിക്കലും ദേവിയിൽ നിന്ന് അനിഷ്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ക്ഷമയാചിക്കുക തന്നെ ചെയ്തു. ദുര്യോധനനെ യുദ്ധശാസ്ത്രധർമ്മത്തിന് വിരുദ്ധമായി നാഭിക്ക് താഴെ ഗദ കൊണ്ടടിച്ച് വീഴ്ത്തിയെന്നതാണ് ഭീമൻ ചെയ്ത അധർമ്മം. അതോർത്താണ് ദേവി കുപിതയായി ശപിക്കാൻ മുതിർന്നത്. ഭീമൻ അവസാനം ഗാന്ധാരി മാതാവിനെ അനുനയിപ്പിച്ചുകൊണ്ട് ക്ഷമയാചിച്ചു. അമ്മേ, ഞാൻ ധർമ്മത്തെയും അധർമ്മത്തെയും ഒന്നും ചിന്തിച്ചില്ല. പ്രാണഭയം കൊണ്ട് ആത്മരക്ഷയ്ക്കുള്ള മാർഗം നോക്കിയെന്ന് മാത്രം. യുദ്ധം കൊടുമ്പിരി കൊണ്ട് നടക്കുമ്പോൾ ആത്മരക്ഷയേക്കാൾ കവിഞ്ഞ ധർമ്മബോധം എങ്ങനെയുണ്ടാകും? അതിനാൽ അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത അപരാധമല്ല എന്ന് പറഞ്ഞ് പാദത്തിൽ നമസ്കരിച്ച ഭീമനെ ഗാന്ധാരി മാതാവ് വാത്സല്യപൂർവ്വം അനുഗ്രഹിച്ചു. പിന്നെയും ഭീമസേനൻ തന്റെ നിരപരാധിത്വത്തെ വ്യക്തമാക്കാൻ കൗരവരുടെ ദുശ്ചേഷ്ടകളെയും പാഞ്ചാലിയും പാണ്ഡവരും അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളെയും കൗരവർ പല കാരണങ്ങളാൽ പാണ്ഡവർക്ക് വന്ധ്യരായി തീർന്ന അവസ്ഥയെയുമെല്ലാം ഭീമസേനൻ ഗാന്ധാരിയോട് പറഞ്ഞു. എല്ലാം കേട്ട ദേവി അവസാനമായി ദുശാസനന്റെ രക്തം കുടിച്ചത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചു. രക്തപാനം മനുഷ്യർക്ക് വർജ്യമല്ലേ? വൃഷസേനൻ നകുലന്റെ കുതിരകളെ കൊന്ന് സൈന്യം ചിന്നിച്ചിതറിയ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ വിവേകം നശിച്ചതിനാൽ അങ്ങനെ ചെയ്തു പോയെന്നേയുള്ളൂ. എന്നാൽ പല്ലും ചുണ്ടും വിട്ട് രക്തമകത്തേക്ക് ഇറക്കിയിട്ടില്ലെന്ന് ഭീമൻ മറുപടി പറഞ്ഞു. തുടർന്ന് ഒരു ചോദ്യം കൂടി ചോദിച്ചു ഗാന്ധാരി. അതിന് ഏതൊരു മറുപടിയും ഭീമസേനന് പറയാനുണ്ടായിരുന്നില്ല. കൗരവരെല്ലാം ദുഷ്ടന്മാരും പാണ്ഡവർക്ക് ശത്രുക്കളുമാണ്. എന്നിരുന്നാലും അവരിൽ ദുഷ്ടതയും ശത്രുതയും കുറഞ്ഞ ഒരാളെയെങ്കിലും അന്ധരും വൃദ്ധരുമായ ഞങ്ങൾക്കൊരു ഊന്നുവടി എന്ന നിലയിൽ തരാമായിരുന്നില്ലേ? ഞങ്ങളുടെ പിതൃകർമ്മം ചെയ്യാനെങ്കിലും ഒരാളുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ദുഃഖത്തിന് കുറെ കുറവ് വരുമായിരുന്നുവല്ലോ. അങ്ങനെ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഗാന്ധാരി പിന്നീട് ചോദിച്ചത്. അതിന് തക്കതായ ഒരു മറുപടിയൊന്നും ഭീമന് പറയാനുണ്ടായിരുന്നില്ല. പിന്നെ യുധിഷ്ഠിരൻ മുന്നിൽ വന്ന് ദേവിയെ വണങ്ങി. പല ആവലാദികളും പറഞ്ഞു. അനന്തരം എല്ലാവരും കൂടി കുന്തിദേവിയെ കണ്ടു.
വ്യസനപരവശരായി എല്ലാവരും നിലവിളിക്കുകയും അന്യോന്യം സമാധാനിപ്പിക്കുകയും ചെയ്തു. ഗാന്ധാരി ദേവി വലിയ തപസ്വിനിയാണ്. ഗൃഹത്തിൽ ഗൃഹിണിയായിട്ടാണ് കഴിയുന്നതെങ്കിലും തപശക്തി ധാരാളമുണ്ട്. കൂടാതെ പരിശുദ്ധമായ പാതിവ്രത്യാവ്രതം ഗാന്ധാരിയെപ്പോലെ മറ്റാർക്കുമില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കളവ് പറഞ്ഞിട്ടില്ലാത്ത മനസ്സിനെയാണ് ഗാന്ധാരി. ഈ വക കാരണങ്ങളെ കൊണ്ട് തന്നെ ജ്ഞാനസമ്പന്നയും ദിവ്യദൃഷ്ടിയുള്ളവളുമാണ് മഹാരാജ്ഞി. കൂടാതെ വ്യാസാചാര്യന്റെ ഉപദേശത്തിൽ കൂടിയും അനുഗ്രഹത്തിൽ കൂടിയും പരമമായ ആത്മജ്ഞാനത്തെ നേടിയിട്ടുമുണ്ട്. ഈ വക കാരണങ്ങളാൽ ഗാന്ധാരി ദേവിക്ക് ഒരു മഹർഷിക്കെന്ന പോലെ ദിവ്യദൃഷ്ടിയും നിഗ്രഹാനുഗ്രഹ ശക്തിയുമുണ്ട്. അതുകൊണ്ടാണ് ദേവി ക്ഷോഭിച്ചപ്പോൾ ഭീമസേനൻ ഭയപ്പെട്ടത്. ഏതായാലും അന്യോന്യം പലതും പറഞ്ഞ് കുന്തിദേവിയെയും പാഞ്ചാലിയെയും മറ്റും സമാധാനിപ്പിച്ച ശേഷം ഗാന്ധാരി ദേവി തന്റെ ദിവ്യദൃഷ്ടി കൊണ്ട് പോർക്കളത്തെ മുഴുവനെന്ന് നോക്കിക്കണ്ടു. വളരെ ദൂരത്തുള്ളവ കൂടി അടുത്തായും വ്യക്തമായും കണ്ടു. എന്നാൽ മാംസദൃക്ക് കൊണ്ടല്ല, പ്രജ്ഞാദൃഷ്ടി കൊണ്ടാണെന്ന് മാത്രം. അനന്തരം ഭഗവാൻ മുന്നിലും ധൃതരാഷ്ട്രനും ഗാന്ധാരിയും പാണ്ഡവരും മറ്റ് കൗരവ പാഞ്ചാല സ്ത്രീകളുമെല്ലാം പിന്നിലുമായി യുദ്ധഭൂമി മുഴുവൻ നടന്നു കാണാൻ പുറപ്പെട്ടു. ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നന്ദി.